നൈസാണ്. നല്ലൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ആക്ഷൻ ഒരു വൺ ലൈൻ സ്റ്റോറിയാണ്. ബട്ട് ഫുൾ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നൈസാണ്. നല്ല പടം, നല്ല വെടിക്കെട്ട് പടം. വെടി ആക്ഷൻ അല്ല, വെടിയാണ്. നല്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഛായാഗ്രഹണം എല്ലാം സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂറിൽ നല്ല എൻഗേജ്മെന്റ്, നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ അടുത്ത കാലത്ത് ഇറക്കിയ മലയാളത്തിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. സ്ക്രിപ്റ്റ് വൈസ് ആയാലും ഡയറക്ഷൻ വൈസ് ആയാലും ഇത് 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 വേറെ വൈബ് സാധനമാണ്. ഇതിൽ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം. ആക്ഷൻ മൂവിയാണ്. നല്ല അടിപൊളിയാണ്, കാണണം. നല്ല സിനിമയുടെ മേക്കിംഗ് അടിപൊളിയാണ്. ലെങ്ത് കുറച്ച് കുറവാണ്, പക്ഷെ നല്ല സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം. നല്ല സിനിമയാണ്. ഓക്കെ, പിന്നെ ആക്ഷൻ പാക്ഡ് ആണ് സിനിമ. പൊളിയാണ് പടം. എല്ലാവരും രണ്ടും ഉണ്ട്. എല്ലാവരും വന്ന് കാണണം. നല്ല സിനിമയാണ്. ആക്ഷൻ ആണെന്ന് വെച്ചാൽ പുതിയൊരു ട്രീറ്റ്മെന്റ് ആണ്. നല്ലൊരു സിനിമയാണ്. നല്ല ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ലതാണ്. ഒരു തിയേറ്റർ വാച്ചാണ്. നല്ല മൂവി ആയിരുന്നു. ലൈറ്റ് തീമാണ്, പക്ഷെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല പിന്നെ റെക്സിന്റെ കംബാക്ക് നൈസാണ്. അടിപൊളി പടമാണ്. ആഷിഖ് കപൂറിന്റെ വെയിറ്റ് ചെയ്തിരുന്ന കണ്ട പടമാണ്. നല്ല പടമാണ്. നല്ല എന്തോ പടം എടുത്തേക്കുന്ന നല്ല വിന്റേജ് മൂഡിലാണ് എടുത്തേക്കുന്നത്. നൈസായിട്ടാണ് എടുത്തിട്ടുള്ള. ഇന്റർവെൽ വരെ കുറച്ച് എന്തോന്ന് ഒരു ലാഗും ഇല്ലാതെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്റർവെൽ കഴിയുമ്പോൾ പടം പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് തോന്നി. ഗൂസ് ബംസ് ആണ് ഇന്റർവെൽ വരെ. പടം പക്ക മൂഡാണ്. ബാച്ചിലർ പാർട്ടി ലെവലാണ്. പക്ഷെ അത് നമ്മൾ ആ ഫ്രെയിം എല്ലാം വർക്കൗട്ട് ആണ് അതുപോലെയാണ്. പക്ഷെ അതുമായിട്ട് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബാച്ചിലർ പാർട്ടി കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, വിന്റേജ് ആണ്. കുറച്ചുകൂടെ വിന്റേജ് മോഡൽ എടുത്തേക്കുന്നത്. പിന്നെ ഗൺസ് എല്ലാം പഴയ മോഡലും പുതിയ മോഡലും ആയിട്ടുള്ള ക്ലാഷ് അങ്ങനെയൊക്കെ എടുത്തേക്കുന്നത്. നൈസായിട്ട് നല്ല മൂവിയാണ്. സൂപ്പർ. മേക്കിംഗ് വൈസ് ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അനുരാഗ് കശ്യപിന്റെ പെർഫോമൻസ് വളരെ സൂപ്പറായിട്ടുണ്ട്. വേറെ വിജയരാഘവനും വാണി വിശ്വനാഥും ചില്ലെന്ന് പറഞ്ഞു വെടി അച്ഛനും കൊണ്ടുവരല്ല ഒരേ പൊളിയായിട്ടുണ്ട്. പടം തീ ആക്ഷൻ പാക്ഡ് ആണ് പടം. സ്റ്റോറി വൈസ് അല്ല, മേക്കിംഗ് വൈസ് ആക്ഷൻ പാക്ഡ് ആയിട്ടൊരു പടമാണ്. കാണാം, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. മാർക്കോ നാളെ ഇറക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞാനും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് മാർക്കോയ്ക്ക് വേണ്ടി. Nice movie, full on action. Just 2 hours movie, short story, but a very good movie. Like you should go and watch. Acting, everybody did a very good acting. Even girls had done the action scenes and all. Very nice. പടം ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമുണ്ട്. കോമഡി സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് ഭയങ്കര വെറും പൊളിയാണ്. ആഷിഖ് കപൂറിന് അവസാനം 2 പടം ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിൽ കളറിംഗ് ആണെങ്കിൽ നന്നായിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു 2 മണിക്കൂർ കുറഞ്ഞു വരും. പടം അത്ര മതി, എൻ്റെ ആവശ്യമില്ല. വലിച്ചിരുന്ന ഒരു ആവശ്യമില്ല. മാർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്തായാലും കയറി, ഞാൻ ഉറപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിടുതലയാണെങ്കിലും ഒരു എക്സ്ട്രാ ഡിസെന്റ് ആണെങ്കിലും കാലിയായിട്ട് കിടക്കണത്. പല തിയേറ്റേഴ്സും കാലിയാണ്. ഫുൾ മാർക്കൊക്കെ ഒന്നും കിട്ടുന്നില്ല. സാധാ ലോക്കൽ തിയേറ്റേഴ്സിലും മാർക്ക് ഫുള്ളാണ്. അപ്പം അറിയില്ല, അതായത് ഇത് ഇന്നത്തെ ഫുൾ ഡേ റിവ്യൂ വന്നിട്ട് നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് മാർക്ക് തീരുമാനവും എന്നാലും അറിയാമില്ല. ഇല്ലായിരുന്നെങ്കിൽ കയറിയാണ് ആ ഒരു അവസ്ഥയാണ്. അമൽനീര ടച്ചല്ല, ഒരു ബോളിവുഡ് ടച്ച് ഉണ്ട്. ഒരു ബോളിവുഡ് ആ ഒരു പക്ക ഒരു സാധനം അത് പിടിച്ചിട്ടുണ്ട്. അതിൽ ബോളിവുഡിലെ ഒരാൾ അതിലുണ്ട്. അതിൽ എത്ര റിവ്യൂലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ക അതിലാണ്. മാർക്ക് ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും ആ ഒരു ഇതായനെ. വേറൊരു സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ രണ്ടാമതും കാണാൻ കയറുക ഒന്നും കൂടെ. നല്ല മൂവിയാണ്.